കേരള PSC നടത്തിവരുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം കഴിഞ്ഞു. ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാ സ്റ്റുഡൻസിന്റെയും മൈൻഡിലുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫുഡ് ടെക്നോളജിസ്റ്റും ഫുഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതേപോലെ ഇപ്പോൾ കറന്റ് PhD ചെയ്യുന്ന അക്ഷയ മിസ് ആണ്. ഫുഡ് ടെക്നോളജിസ്റ്റുമാരാണ് ഒരു ഫുഡിനെ പ്രോസസ്സിംഗ് ചെയ്ത് അതിനെ നമ്മൾ മാർക്കറ്റിംഗിലേക്ക് എത്തുന്നവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഫുഡ് ടെക്നോളജിസ്റ്റ്. ഫുഡ് ടെക്നോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനും എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എന്താണ് CFSO, അവരുടെ ജോബ് റോൾ എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നേരെ ബേസിക്സ് ഇല്ലാതെ ഇവർ നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ക്ലിയർ ആവാനും ബേസിക്സും കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് സയൻസിന്റെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഓഥറുടെ ഒരു ബുക്കുണ്ട്. ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാതെ, കാരണം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. അപ്പം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാതെ എല്ലാവരും ഒരു പ്രൈവറ്റ് ജോബിലേക്ക് പോവാണ്.